ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു റീൽ ഒരാൾ അയച്ചു തന്നിട്ട് ചോദിച്ചു, ഇവർ ഈ പറയുന്ന നിലപാടിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു. ഞാൻ ആ വീഡിയോ കണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെയധികം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആ റീൽ കണ്ടപ്പോൾ എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു റീലായിരുന്നു അത്. നമ്മുടെ മഞ്ജു വാര്യർ അവരോട് ചോദിച്ചൊരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയാണ്. നമുക്ക് ആ റീൽ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് പറയാനുള്ളതിലേക്ക് കിടക്കാം. അതുപോലെ ആവേശം, പ്രമേയവും അതിലൊന്നും സ്ത്രീകളുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം എങ്ങനെ മഞ്ജു വീക്ഷിക്കുന്നത്? സർ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്രാഥമിക പേർപ്പസ് എന്ന് പറയുന്നത് ഒരു വുമൺ എംപവർമെൻറ്റിനുള്ള ഒരു ടൂളായിട്ട് സിനിമയെ കാണുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയ ഒരു സ്ട്രെസ്സൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതിൽ ഒരു സിനിമയുടെ തിരക്കഥയ്ക്ക് വളരെ ഓർഗാനിക് ആയിട്ട് ആവശ്യം വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അവർ എഴുതുന്നതും അതിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോഴ്സ് ചെയ്തൊരു സ്ത്രീ കഥാപാത്രത്തിനെ കുത്തിക്കയറ്റുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ എനിക്കൊരു അഭിപ്രായമുള്ളത്, എല്ലാത്തിനെയും ഒരു ആൺ പെൺ മുൻവിധിയോടെ കാണുന്ന ഒരു പ്രവണതയും അത് അങ്ങനെ വേണോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോണ്ടന്റ് ആണ്, സിനിമ എങ്ങനെ എടുക്കുന്നു, അത് കാണുന്ന പ്രേക്ഷകനെ എങ്ങനെ ഗ്രിപ്പ് ചെയ്ത് എടുക്കുന്നുള്ളതാണ്. അത് ആവണം, ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഒരു ഡിസൈഡിങ്, അതിലൊരു സക്സസിനെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതായിരിക്കണം. അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതാണടാ ഫെമിനിസം എന്നൊക്കെ പറയുന്ന പോലെ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ പറയുന്ന അതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് മഞ്ജു വാര്യർ സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതിശക്തമായി വിമർശിക്കുകയും അതിഗംഭീരമായിട്ട് ഇതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീലിനെ കുറിച്ച് മഞ്ജു വാര്യർ പറഞ്ഞ നിലപാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ശരിയായിട്ടുള്ളതെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞതിൽ എല്ലാത്തിലും ശരികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ആ മറുപടിയെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം. പക്ഷേ ഈ റീല് വെച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ, ചോദ്യം മുഴുവൻ റീലിലില്ല, ചോദ്യം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതാര് പറഞ്ഞു, ആര് ചോദിച്ചു, എപ്പോൾ ചോദിച്ചു, എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. മനോരമ നടത്തിയ ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കമലഹാസനും മഞ്ജു വാര്യരും കൂടി വന്നിരിക്കുന്ന ഒരു വേദിയിൽ ജോണി ലൂക്കോസ് ആണ് ഇവരോട് രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത്. നമുക്ക് ആദ്യം ആ ചർച്ചയിലിരുന്ന ഈ 3 പേരെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ആ ഒരു എൻറ്റയർ ഡിസ്കഷനും കുത്തിയിരുന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ ഇനി സംസാരിക്കുന്നത്. മുഴുവനായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കണ്ടു നോക്കുക. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു ചർച്ചയായി അത് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ചൂണ്ടിക്കാണിക്കേണ്ട ചിലതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പാനലിൽ, ആ ഡിസ്കഷൻ പാനലിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞ, ഏറ്റവും ലൗഡായി സംസാരിച്ച ഒരാളെന്ന് പറയുന്നത് കമലഹാസനാണ്. ആസ് ആൻ ആക്ടർ, ആസ് എ പൊളിറ്റീഷ്യൻ, അയാൾ വളരെ ലൗഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഉറക്കെ വിളിച്ച് പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെങ്കിലും, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണെങ്കിലും, ചുറ്റും നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. വളരെ ലൗഡായി തൻ്റെ പൊളിറ്റിക്സ് വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനൊരു ചെറിയ ഉദാഹരണം ഈ പാനൽ ഡിസ്കഷനിൽ തന്നെ ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട്. പണ്ട് പറയും നടിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവരമില്ലാത്ത, അഭിനയിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളായിരുന്നു എന്ന്. അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കമലഹാസൻ അതിനെ എതിർക്കുന്നുണ്ട്. ഉദാഹരണ സഹിതം തൻ്റെ പോയിന്റ് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയെന്നല്ല, എവിടെയാണെങ്കിലും, ജോണി ലൂക്കോസ് അല്ല, ആരാണെങ്കിലും തനിക്ക് പറയാനുള്ളത് അതിശക്തമായി തന്നെ തുറന്നു പറയാമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് അവിടെ വ്യക്തമാണ്. രണ്ടാമത്തെ വ്യക്തി പ്രിയപ്പെട്ട മഞ്ജു വാര്യരാണ്. ഇവരുടെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ വളരെ രസമുള്ളൊരു പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. അതായത് കമലഹാസനെ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ക്ഷണിക്കണ്ടേ എന്ന് ജോണി ലൂക്കോസ് തുടങ്ങി വെക്കുന്നു. അപ്പോൾ മഞ്ജു വാര്യർ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അതെ സാറ് വരട്ടെ, നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാം, അദ്ദേഹം മലയാളത്തിൻ്റെ സ്വന്തം കമലഹാസനല്ലേ എന്നൊക്കെ മഞ്ജു വാര്യർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യം, സാറേ ഞാൻ കൂടെ വരികയൊക്കെ ചെയ്യാം, പക്ഷേ വെടിക്കെട്ട് വന്നാൽ ഞാൻ മുങ്ങും, കാരണം എനിക്ക് വെടിക്കെട്ട് പേടിയാണെന്നുള്ളത്. എന്നാൽ അതേസമയം കമലഹാസൻ പറയുന്നത് എനിക്ക് വെടിക്കെട്ട് പേടിയൊന്നും ഇല്ല എന്നാണ്. വെടിക്കെട്ട് തുടങ്ങുമ്പോൾ പേടിയാകുമ്പോൾ മുങ്ങുമെന്ന് പറയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഉത്തരം പറയേണ്ട, ചിലപ്പോൾ വിവാദമായേക്കാവുന്ന സ്ട്രോങ് നിലപാട് പറയേണ്ട ചോദ്യങ്ങൾ വരുമ്പോൾ മഞ്ജു വാര്യർ മുങ്ങും. കമലഹാസൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് തനിക്ക് പറയാനുള്ളത് പറയും. ഇപ്പോൾ മഞ്ജു വാര്യർ മുങ്ങുന്നത്, അല്ലെങ്കിൽ കമലഹാസൻ നേരിട്ട് ശക്തമായി നിന്നും തൻ്റെ മറുപടികൾ പറയുന്നത്, മഞ്ജു വാര്യർ ചെയ്യുന്നത് തെറ്റും കമലഹാസൻ ചെയ്യുന്നത് ശരിയും എന്ന് പറഞ്ഞു വെക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. മഞ്ജു വാര്യരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് തൻ്റെ നിലപാട് പറയണോ വേണ്ടയോ എന്നുള്ളത്. തനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത, അതെന്തിൻ്റെ പേരിലാണെങ്കിലും
താല്പര്യമില്ലാത്ത ഒരു ചോദ്യത്തിനും അവർ ഉത്തരം പറയേണ്ട കാര്യമില്ല. പക്ഷേ ജോണി ലൂക്കോസിൻ്റെ ചോദ്യത്തിൽ ഈ പ്രശ്നമുള്ളത് കൊണ്ടും മഞ്ജു വാര്യർ പറഞ്ഞ മറുപടി വേറൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടും അത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുന്നത്. മഞ്ജു വാര്യർ തന്നെ ആ ഡിസ്കഷനിൽ പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഴത്തിൽ ചിന്തിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. അതായത് ഒരുപാട് ഇൻഡെപ്ത് കാര്യങ്ങളിലേക്ക് അങ്ങനെ പോകുന്ന അങ്ങനത്തെ ഒരാളല്ല. വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോയി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് എനിക്ക് തോന്നുന്നത് സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നവർ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മഞ്ജു വാര്യർക്ക് ഉള്ളൊരു പ്രിവിലേജും ഇല്ലാത്തൊരു പ്രിവിലേജും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലാത്ത പ്രിവിലേജിനെ കുറിച്ച് ആദ്യം പറയാം. മഞ്ജു വാര്യർ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി തുറന്നു പറയുക എന്ന് പറയുന്നത് വളരെ പാട്രിയാർക്കലായിട്ടുള്ള നമ്മളുടെ സൊസൈറ്റിയിൽ ഏതൊരു സ്ത്രീയും തൻ്റെ ശക്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് നേരിടുന്ന അതേ അറ്റാക്ക് നേരിടാൻ ഇടയാക്കുന്നതാണ്. വളരെ ശക്തമായിട്ടുള്ള സൈബർ അറ്റാക്കുകളുണ്ടാകും, വളരെ മോശമായ പ്രചാരണങ്ങൾ അവരെക്കുറിച്ച് സംഭവിക്കും. ആൻഡ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അഭിനേത്രിമാരിൽ ഒരാളാണ്. മഞ്ജു വാര്യർ തന്നെ അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് തുറന്നു പറഞ്ഞ് അവരുടെ രണ്ടാം വരവിന് ശേഷം വളരെ സ്ട്രോങ് ആയി അവരുടെ ഒപ്പീനിയൻസ് തുറന്നു പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ അവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവർ ആ സ്റ്റാൻഡ് പിൻവലിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്നെ തേടി വരാൻ പോകുന്ന അനാവശ്യമായ ആക്രമണങ്ങൾ എന്ന് വെച്ചാൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമല്ല, അവരവരുടെ അഭിപ്രായം പറയുന്നു എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യമേ ചെയ്യുന്നുള്ളൂ. അതിന് ഇത്രയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ, എന്നാൽ അവർ പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായങ്ങൾ മറ്റേതെങ്കിലും ഒരു സിനിമ നടൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ആക്രമണങ്ങൾ അവർ നേരിടേണ്ടി വരില്ല. സോ അവർക്ക് ഇല്ലാതാവുന്ന ആ ഒരു പ്രിവിലേജ് അതിനെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് അവർക്കുള്ളൊരു പ്രിവിലേജ് മഞ്ജു വാര്യരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം വരവ് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും മഞ്ജു വാര്യർക്ക് ഇവിടെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് സിനിമകൾ കിട്ടും, അവർക്ക് നല്ല അവസരങ്ങൾ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ നിന്ന് അവരെ തേടിയെത്തും. അത് അവരുടെ കഴിവ് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിനെ എല്ലാ ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടാണ് പറയുന്നത്. മഞ്ജു വാര്യർ ഈസ് എ ബ്രാൻഡ്. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. അവർ ആദ്യത്തെ സിനിമ മുതൽ തന്നെ അവർക്ക് കിട്ടിയിരുന്ന ഒരു സ്നേഹമുണ്ട് മലയാളികളുടെ കയ്യിൽ നിന്ന്. അവർക്ക് കിട്ടിയിരുന്ന ഒരു താരപരിവേഷമുണ്ട്. വീണ്ടും പറയുന്നു, അത് അവരുടെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് അവരെ തേടിയെത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അവരുടെ ആദ്യത്തെ സിനിമ യാത്ര നമ്മൾ നോക്കിയാൽ, അവരുടെ തിരിച്ചുവരവിന് ശേഷം നമ്മൾ നോക്കിയാൽ മഞ്ജു വാര്യർക്ക് വേണ്ടി ഇവിടെ സിനിമകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് മഞ്ജു വാര്യർ എന്നുള്ള ഒറ്റ പേരിന് വേണ്ടി മാത്രം തിയേറ്ററിലേക്ക് പോയിട്ടുള്ള പ്രേക്ഷകരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മലയാളത്തിലെ പല അഭിനേത്രിമാരും അനുഭവിക്കുന്ന, അവരുറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ലിംഗ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ മഞ്ജു വാര്യർ എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നിൻ്റെ വനിതാ മലയാള ചലച്ചിത്ര പ്രവർത്തകർ അവർ പോരാടി നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ പോരാട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളും മഞ്ജു വാര്യർ അറിയണമെന്നില്ല. അവരുടെ ആവശ്യങ്ങളിൽ വലിയൊരു പങ്കും ബേസിക് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു തൊഴിലിടത്തൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടേണ്ട ബേസിക് റൈറ്റ്സ് ആണ്. അതിനുവേണ്ടി പോരാടേണ്ട ഒരു സിറ്റുവേഷനിലല്ല മഞ്ജു വാര്യർ ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരനുഭവിക്കുന്ന ഒരു പ്രിവിലേജ്. സോ അവരനുഭവിക്കുന്ന പ്രിവിലേജും അവർക്ക് കിട്ടാതിരിക്കുന്ന ഒരു പ്രിവിലേജും, ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ അഭിപ്രായങ്ങൾ ശക്തമായി തുറന്നു പറയാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് സമാധാനം കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിലിടത്തെ ഈ ലിംഗ വ്യത്യാസത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അവർ ശബ്ദം ഉയർത്തി സംസാരിക്കാതിരിക്കുന്നതാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിന്യൂ ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നാൽ അതേസമയം മഞ്ജു വാര്യർക്ക് നിലപാടുകളില്ലെന്നോ അഭിപ്രായങ്ങളില്ലെന്നോ അല്ല. അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, പക്ഷേ അത് ഇങ്ങനൊരു പൊതുസ്ഥലത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ ഒരു എൻറ്റയർ കോൺവെർസേഷൻ നോക്കുകയാണെങ്കിൽ മഞ്ജു വാര്യരോട് ആദ്യം ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു ആൻസർ പറഞ്ഞു വിടുകയാണ്. പക്ഷേ അതേ ചോദ്യത്തിന് കമലഹാസൻ ഒരു മറുപടി പറയുമ്പോൾ അത് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നോക്കുകയും ശക്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാന്നുള്ളതാണ് കമലഹാസൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. കമലഹാസൻ പറയുന്നത് മഞ്ജു വാര്യർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ മഞ്ജു വാര്യരായിട്ട് ആ അഭിപ്രായം പറയുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അവർക്ക് ഇല്ലാത്ത പ്രിവിലേജ് ഉണ്ടല്ലോ, ആ അഭിപ്രായം മഞ്ജു വാര്യർ പറഞ്ഞ ആക്രമണം നേരിടേണ്ടി വരും. ഇനി മഞ്ജു വാര്യർ അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആസ് എ മലയാളം ഫിലിം ആർട്ടിസ്റ്റ് അവർക്ക് ഇന്ന് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക്, പരിഗണനയ്ക്ക് അതിനൊന്നും വലിയ മാറ്റം സംഭവിക്കാനുമില്ല. സോ മനസമാധാനമാണ് വലുത് എന്നുള്ള ആ ഒരു പോയിന്റിൽ തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ പുതിയ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഡിസ്കഷനിലെ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജോണി ലൂക്കോസ്. അദ്ദേഹത്തിനെ മാധ്യമ ലോകത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പേരിൽ എല്ലാവരും വാഴ്ത്തുകയും വലിയൊരു ഫിഗറായിട്ട് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് പല ആളുകളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് അനാവശ്യമായി നുഴഞ്ഞു കയറുന്ന
ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഏറ്റവും പ്രശ്നകരമായ ഒരു സിറ്റുവേഷനിലേക്ക് ആളുകളെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതുമായ ചോദ്യങ്ങളാണ് ജോണി ലൂക്കോസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സീനിയോറിറ്റിയും മറ്റും പരിഗണിച്ചുകൊണ്ട് താരങ്ങളിൽ പലരും മറ്റു പല ഇൻ്റർവ്യൂവിലും ചോദ്യകർത്താവിനെ ചോദ്യം ചെയ്യുകയോ വഴക്ക് പറയുകയോ ചെയ്ത് എണീറ്റ് പോകുക എന്ന് പറയുന്ന പോലത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഉത്തരങ്ങൾ ചിലർ പറയാറുണ്ട്, പറഞ്ഞ് പ്രശ്നങ്ങളിൽ ലാൻഡ് ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ജോണി ലൂക്കോസിൻ്റെ ചോദ്യങ്ങളെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശോഭന ഒരു വലിയ ഉദാഹരണമാണ്. ആൻഡ് ജോണി ലൂക്കോസ് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും കേൾക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം ഇന്നത്തെ മലയാള സിനിമ കാണുന്നില്ല, ഇനി കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല, ഇനി അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകളുടെയൊക്കെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനും പുതുതലമുറയുടെ ചർച്ചയുടെ ഭാഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഫിൽട്ടർ ചെയ്യപ്പെടണമായിരുന്നു, മാറ്റി ചോദിക്കപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കണ്ട റീലിലെ മഞ്ജു വാര്യർ മറുപടി കൊടുത്തതിനുള്ള ജോണി ലൂക്കോസിൻ്റെ ശരിക്കുള്ള ചോദ്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ചോദ്യത്തിന് 2 പാർട്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് വിക്ടോറിയ എന്ന് പറയുന്ന ശിവരഞ്ജിനിയുടെ സിനിമ ഇവിടെ ഇറങ്ങുകയുണ്ടായി. അതിൽ പുരുഷന്മാരൊന്നുമില്ല, സ്ത്രീകൾ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളത്. ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനും ആ സിനിമ കണ്ടതാണ്. ഗംഭീര സിനിമയാണ്, തിയേറ്ററിലുണ്ടെങ്കിൽ മിസ്സാക്കാതിരിക്കുക. ആ സിനിമയിൽ മെയിൻ സ്ട്രീം മുഖ്യധാര സിനിമാ നടിമാരൊന്നും അഭിനയിക്കുന്നില്ല. അത്തരം സിനിമകളിൽ മുഖ്യധാര നടിമാരൊന്നും അഭിനയിക്കുന്നത് നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ ആവേശം വന്ന സമയത്ത്, മഞ്ഞുമൽ ബോയ്സ് വന്ന സമയത്ത് അവിടെയൊക്കെ പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകളെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള മഞ്ജുവാരുടെ അഭിപ്രായം ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്, ഈ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാൾ ഇങ്ങനൊരു ചോദ്യവുമായി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും, ഈ ചോദ്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്നിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഫസ്റ്റ് ചോദ്യം ഉണ്ടല്ലോ, ആവേശത്തിലും മഞ്ഞുമൽ ബോയ്സിലും ഒന്നും സ്ത്രീകളില്ലല്ലോ, അവിടെ സ്ത്രീ പ്രാതിനിധ്യമില്ലല്ലോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ആ സിനിമയുടെ തിരക്കഥകളൊന്നും അങ്ങനത്തെ സ്ത്രീ പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നില്ല. ഇനി അവിടെ സ്ത്രീകളില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അമ്മ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആ സിനിമയിൽ വളരെ പ്രധാനമാണ്. അതിനെന്ത് പ്രാധാന്യമാണോ ആവശ്യമുള്ളത് ആ പ്രാധാന്യത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആ കുഴിയിൽ വീണ സുഭാഷ് എന്ന് പറയുന്ന പയ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതും അവന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഒരു ഫീമെയിലാണ്. അവൻ്റെ അമ്മയാണ് സൗബിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമൊക്കെ ആയിട്ട് ബ്രിഡ്ജ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അതായത് ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത്, ആ കഥ പറച്ചിൽ ഏറ്റവും എഫക്റ്റീവായി നമ്മളിലേക്ക് എത്തിക്കാൻ എന്താണോ ആവശ്യമുള്ളത് അത് ആ സിനിമയിലുണ്ട്. അതിപ്പോൾ നിങ്ങൾ മഞ്ജുവാരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമകൾ കാണുന്ന കോമൺ സെൻസ് ഉള്ള, എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വലിയ സിനിമ നോളജ് ഒന്നും വേണ്ട, കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്ക് മനസ്സിലാവും അവിടെ സ്ത്രീ കഥാപാത്രങ്ങളെ കുത്തിത്തിരികേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പക്ഷേ ഈ 2 സിനിമകൾ വരാനുള്ളൊരു കാരണം, ഒരു യുവ അഭിനേത്രി അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആവേശത്തിലെ രംഗണ്ണനെ പോലൊരു ക്യാരക്ടറിനെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ദാറ്റ്സ് നൺ അതർ ദാൻ ദർശന രാജേന്ദ്രൻ. അതിഗംഭീരമായ വേഷങ്ങൾ മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രിയാണ്. അവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് ആവേശത്തിലെ രംഗണ്ണനായിട്ട് അഭിനയിക്കണം എന്നല്ല. പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ള മനോരമ അടക്കമുള്ള ന്യൂസ് പോർട്ടലുകളെല്ലാം ഹെഡിങ് കൊടുക്കുമ്പോൾ എനിക്ക് രംഗണ്ണനായി അഭിനയിക്കണം എന്ന് ദർശന എന്ന് പറഞ്ഞിട്ടായിരിക്കും ടൈറ്റിൽ കൊടുക്കുന്നുണ്ടാവുക. അവർ പറഞ്ഞത് അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം, അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കഥാപാത്രം. നമ്മുടെ പ്രിയ വാര്യർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ അഭിനേത്രിമാർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ നീലി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. കാരണം അതൊരു വൺ ഓഫ് എ കൈൻഡ് ക്യാരക്ടറാണ്. അതുപോലൊന്നും ഇനി ഉണ്ടാകുമോ, ഉണ്ടായാൽ അത് എന്നെ തേടി വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു കഥാപാത്രം. എന്തുകൊണ്ടായിരിക്കും അഭിനേത്രിമാർ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ മലയാളത്തിലെ ഒരു യുവനടി ആവേശത്തിലെ രംഗണ്ണനെ സെലിബ്രേറ്റ് ചെയ്തതുപോലൊരു വേഷം എനിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിക്കപ്പെടുകയും പല ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഇത് ചിലപ്പോൾ ജോണി ലൂക്കോസ് കേട്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ 2 സിനിമകളും അതിനാവശ്യമായത് എന്ത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള, എനിക്കൊന്ന് മലയാളത്തിലെ സ്ത്രീപക്ഷ സിനിമകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പോലും ഈ ചോദ്യം ചോദിച്ചു എന്ന് വരില്ല. റിമ കല്ലിങ്കൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സിനിമകൾ ഉണ്ടാകും. ഇപ്പോൾ ആവേശം കാണുമ്പോൾ എന്തിനാണ് ഇവിടെ ആവേശം പോലൊരു സിനിമ ഉണ്ടാകുന്നത്, സ്ത്രീകളില്ലാത്ത സിനിമ ഉണ്ടാകുന്നത് എന്താണ് എന്നൊന്നും അല്ല അവർ ആലോചിക്കുന്നത്. അവർ ആ സിനിമ കാണുകയും അത് എൻജോയ് ചെയ്യുകയും ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കിയും അവർ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സെലിബ്രേഷൻ കാണുമ്പോൾ ഇവിടെ പുരുഷന്മാരുടെ സൗഹൃദം ആഘോഷിക്കപ്പെടുന്നുണ്ട്, പുരുഷന്മാരുടെ ഇമോഷൻസ് എല്ലാവരിലേക്കും എത്തുന്നുണ്ട്, പുരുഷന്മാരുടെ ലോകം എങ്ങനെയാണ് എന്നുള്ളത് കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന രീതിയിൽ ഇവിടെ സിനിമകളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ സൗഹൃദങ്ങൾ, സ്ത്രീകളുടെ ഇമോഷൻസ്, സ്ത്രീകളുടെ ലോകം അങ്ങനെ കൊമേഴ്ഷ്യലി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥയിൽ ഇവിടെ എത്താത്തത് എന്ന് പറയുന്ന അവരുടെ ഒരു ആഗ്രഹമാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്. ആ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ന്യായമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ആ ആശങ്കയെ
മിസ്റീഡ് ചെയ്തുകൊണ്ട് ആളുകളെ കൺഫ്യൂസ് ആക്കുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് റീലടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടെടുത്ത് വെക്കുന്ന വാദം, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ലോക പോലൊരു സിനിമ ഹിറ്റാവുക എന്നുള്ളതാണ്. നീലി കേന്ദ്ര കഥാപാത്രമാവുന്ന സിനിമയൊക്കെ നമ്മളിവിടെ ഹിറ്റാക്കി കൊടുത്തില്ലേ എന്ന്. പക്ഷേ ലോകയെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതുപോലെ എത്ര സിനിമകൾ നിങ്ങൾക്ക് വേറെ പറയാനുണ്ട്? ലോക ഹിറ്റാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ പുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പേര് ദുൽഖർ സൽമാനാണ്. അതാണ് അതിൻ്റെ ഫസ്റ്റ് നെയിം. അതിനുശേഷം ആ സിനിമ സെലിബ്രേറ്റ് ആകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കൊളാബറേഷൻ്റെ വാല്യൂ, അത് കൊമേഴ്ഷ്യലി സക്സസ് ആയി കഴിയുമ്പോൾ അത് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന എലമെൻറ്റുകൾ ഇന്നതൊക്കെയാണ്. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശാന്തി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഇൻപുട്ടും കൂടി ചേരുമ്പോഴാണ് ആ സിനിമ ഇത്രയും മനോഹരമായത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നീലിയെ എടുത്തു വെക്കുന്ന ആളുകൾക്ക് പറയാൻ പാകത്തിന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വുമൺഹുഡ് എന്നുള്ള രീതിയിലൊരു സിനിമയോടെ ഉണ്ടാകുന്നത്. ലോകം എടുത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കാത്ത മറ്റൊരു കാര്യം, ദുൽഖർ സൽമാൻ വേഫെയർ ഫിലിംസ് എന്ന് പറയുന്ന വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ബാക്ക് ചെയ്തിട്ട് പോലും ഈ സിനിമയ്ക്ക് തിയേറ്റർ കിട്ടാൻ അവർ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ദുൽഖർ സൽമാനാണ് ഈ സിനിമയുടെ ഫസ്റ്റ് സെല്ലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദുൽഖർ സൽമാനും ഡൊമിനിക് അരുണും കല്യാണി പ്രിയദർശനും ശാന്തി ബാലകൃഷ്ണനും ഒക്കെ ഒരുമിക്കുമ്പോൾ ആ അസോസിയേഷനിൽ നിന്നാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ ഉണ്ടാകുന്നത്, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാകുന്നത്. അത്തരം അസോസിയേഷൻസ് ഉണ്ടാകണം സിനിമയുടെ മുന്നിലും പിന്നിലും, സ്ത്രീ സാന്നിധ്യം ശക്തമായിട്ടുണ്ടാവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള നിർദ്ദേശമാണ് ഇവർ മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷേ അത്തരം ആഗ്രഹങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ പൊരിച്ച മീനിൽ കൂട്ടിക്കെട്ടി തോട്ടിലെറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ എടുത്ത് പല ആളുകളും സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ജോണി ലൂക്കോസിൻ്റെ ചോദ്യത്തിലെ ആദ്യ ഭാഗത്തിൻ്റെ ആദ്യ പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം പുതിയ സിനിമകളെ സോഷ്യൽ മീഡിയയിലെ ഏതൊക്കെയോ പോസ്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് നോക്കിക്കാണുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിലെ ആവേശവും മഞ്ഞുമൽ ബോയ്സും വളരെ തെറ്റായിട്ടുള്ള ഉദാഹരണമായിപ്പോയി. അതേ സമയത്ത് അദ്ദേഹം ലോകയെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ലോകയിൽ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനൊരു അസോസിയേഷനാണ്. സിനിമയുടെ മുന്നിലും പിന്നിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകൾ ഉണ്ടാവുകയും അവരുടെ വേർഷൻസിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കഥ പറച്ചിലുണ്ടായപ്പോൾ ആ സിനിമയുടെ വലിയൊരു വിജയമായി. അത്തരം അസോസിയേഷൻസ് ഇനിയും ആവർത്തിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ജോണി ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട്, വിക്ടോറിയ പോലെയുള്ള സിനിമകളിൽ മുഖ്യധാര അഭിനേത്രിമാർ ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് കുറേ മറുപടികൾ പറയാനുണ്ട്. ഒന്നാമത്തെ മറുപടി, വിക്ടോറിയ പോലെ ഉണ്ടാവുന്ന സിനിമകളിൽ പലതിൻ്റെയും ബഡ്ജറ്റ് വളരെ ചെറുതാണ്. KSFDC പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് വിക്ടോറിയ. അവർ മിക്കവാറും കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ബഡ്ജറ്റ് നമുക്ക് കേറ്റർ വെച്ചിട്ട് 1.5 കോടി രൂപയൊക്കെയാണ്. അതിൽ സിനിമയുടെ മൊത്തത്തിലുള്ള നിർമ്മാണം കഴിഞ്ഞ് പ്രൊമോഷൻസിന് മുടക്കാൻ പോലും അവർക്ക് നേരെ ഫണ്ട് കിട്ടുന്നില്ല. മഞ്ജു വാര്യരെ പോലൊരു അഭിനേത്രി വിക്ടോറിയ പോലൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ആ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ പകുതി മഞ്ജു വാര്യർക്ക് കൊടുക്കേണ്ടി വരും. അവരുടെ റെമ്യൂണറേഷൻ അവർ അത്രയും വെട്ടിക്കുറയ്ക്കാൻ തയ്യാറായാൽ പിന്നെ എങ്ങനെയാണ് ആ സിനിമ പൂർത്തിയാക്കാൻ പറ്റുക? അത് മഞ്ജു വാര്യർ എന്നല്ല, ഏത് മുഖ്യധാര അഭിനേത്രി വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. രണ്ടാമത്തെ കാര്യം, വിക്ടോറിയ പോലൊരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചിരുന്നെങ്കിൽ മീനാക്ഷി വിജയനെ പോലെ അതിഗംഭീര ഒരു അഭിനേത്രി മലയാള സിനിമയിൽ ഇന്ന് പേരെടുത്തറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയി കുറച്ചും കൂടി കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു നല്ല സിനിമയുടെ ഭാഗമായി നമ്മളിലേക്ക് എത്തിയിരിക്കാം. പക്ഷേ വിക്ടോറിയയിൽ അവർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവരെ നമ്മൾ ഇന്നറിയുന്നത് ഒരുപാട് വൈകിപ്പോയനെ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വളരാൻ കെൽപ്പുള്ള അതിഗംഭീര ഒരു അഭിനേത്രി, ഇതുപോലുള്ള എത്രയോ കൊച്ചു സിനിമകളിൽ എത്രയോ ഗംഭീര അഭിനേത്രിമാർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മുഖ്യധാര അഭിനേത്രിമാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാണ് സിനിമയിലേക്ക് വരിക? മൂന്നാമത്തെ കാര്യം, ഒരു മുഖ്യധാര അഭിനേത്രി അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ആ സിനിമ കൊമേഴ്ഷ്യൽ സക്സസ് ആവാൻ പോകുന്നില്ല. വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളെയും നിർബന്ധിപ്പിച്ച് ഈ സിനിമ കാണിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-80% ആളുകൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് രസകരമായി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. കണക്ട് ചെയ്യാനും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമ, ഫെസ്റ്റിവലുകൾക്ക് പോയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അകൽച്ചയുണ്ട്. ഇന്ന് അതിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു അകൽച്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സിനിമയിൽ റിമ കല്ലിങ്കൽ അഭിനയിച്ചാലും മഞ്ജു വാര്യർ അഭിനയിച്ചാലും രമ്യ നമ്പീശൻ അഭിനയിച്ചാലും ആരഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണമെന്നില്ല. ഇനി അവരെ തന്നെ മാറ്റി മലയാളത്തിലെ ഏതെങ്കിലും ഒരു മെയിൽ ആർട്ടിസ്റ്റിനെ ഇതുപോലൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സിനിമ വിജയിക്കണമെന്നില്ല. മലയാളത്തിലെ എത്രയോ സൂപ്പർ താരങ്ങൾ ഗംഭീര സിനിമകളിൽ അഭിനയിക്കുകയും സിനിമകളൊക്കെ 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കൊമേഴ്ഷ്യലി കേട്ടോ. പക്ഷേ ആ സിനിമ കാണേണ്ട മനസ്സിലാക്കേണ്ട ആളുകൾ അത് തേടിപ്പിടിച്ച് കാണുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുഖ്യധാര അഭിനേത്രിമാർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിക്ടോറിയ പോലൊരു സിനിമയ്ക്ക് ഒരു വിജയ ചിത്രമാകാൻ, കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയായി മാറാൻ പറ്റണമെന്നൊന്നുമില്ല. ജോണി ലൂക്കോസിന് വേണമെങ്കിൽ പുരുഷന്മാരുടെ സൗഹൃദങ്ങൾ ആഘോഷിക്കുന്ന സിനിമകൾ ഇവിടെ വലിയ വിജയമാവുന്ന സമയത്ത് സ്ത്രീകളുടെ
സൗഹൃദങ്ങളും അവരുടെ ലോകത്തിൻ്റെ കഥ പറയുന്ന സിനിമ വളരെ നല്ല സിനിമയായിട്ടും അതെന്തുകൊണ്ട് കൊമേഴ്ഷ്യലി വിജയിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരാമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും പുരുഷന്മാരുടെ സൗഹൃദങ്ങൾ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള പല സിനിമകളും ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ജോണി ലൂക്കോസിന് വേണമെങ്കിൽ മുന്നിലിരിക്കുന്നത് മഞ്ജു വാര്യരാണ് എന്ന് മനസ്സിലാക്കി ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നെങ്കിൽ, മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി വന്നിട്ടുള്ള, മഞ്ജു വാര്യരെ വെച്ച് മാത്രം മാർക്കറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അതായത് മഞ്ജു വാര്യർ ആസ് എ വുമൺ അവരുടെ ഫേസ് വെച്ച് മാത്രം സിനിമകൾ വിജയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം സ്ത്രീകളുടെ ലോകം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന സ്ത്രീപക്ഷ സിനിമകൾ പലതും ഇവിടെ വിജയിക്കുന്നില്ല. എന്താണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നതെന്നോ ആ ഒരു വ്യത്യാസത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നതെന്നോ, അങ്ങനെ ആ ചോദ്യത്തിനെ ഒന്ന് മാറ്റി ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മഞ്ജു വാര്യർക്ക് പേഴ്സണലി അത് മഞ്ജു വാര്യർക്കുള്ളൊരു ചോദ്യമാവുമായിരുന്നു. ജോണി ലൂക്കോസിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ പലതവണ പല രീതിയിൽ നടന്നിട്ടുള്ളൊരു വലിയ ചർച്ചയെ 2 സെൻറ്റൻസിൽ തെറ്റായ ഉദാഹരണങ്ങൾ ചേർത്ത് മഞ്ജു വാര്യർക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ജു വാര്യർ അതിൽ എന്ത് കയറി പിടിച്ചു കഴിഞ്ഞാലും പറഞ്ഞു വരുമ്പോൾ വിവാദമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ചോദ്യത്തിൻ്റെ വ്യക്തതയില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. ആ പ്രശ്നത്തിനെ കൂടി പരിഗണിക്കുമ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ള ഉത്തരം നമുക്ക് കുറച്ചും കൂടി സേഫ് ആൻഡ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ആ ചോദ്യത്തിന് മഞ്ജു വാര്യർ പറയുന്ന മറുപടി അവരുടെ കാഴ്ചപ്പാടാണ്. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പർപ്പസ് എൻ്റർടൈൻമെൻ്റ് ആണ് എന്നവർ പറയുന്നുണ്ട്. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. വുമൺ എംപവർമെൻറ്റിനുള്ള ഒരു ടൂളായി അതിനെ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. വുമൺ എംപവർമെൻറ്റിനുള്ളൊരു ടൂള് മാത്രമായി സിനിമയെ നോക്കിക്കാണുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിനൊരു ടൂളായിട്ടും ഉപയോഗിക്കാം. സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിനെ നമുക്കൊരു ടൂളായി ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, അത് നമ്മുടെ ചോയ്സാണ്. മഞ്ജു വാര്യർ തുടരുന്നത് ഒരു തിരക്കഥയിലേക്ക് അതവർ എഴുതി വരുമ്പോൾ അതിന് ഓർഗാനിക്കായ ആവശ്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അവരതിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞൊക്കെ, അതായത് ജോണി ലൂക്കോസ് പറഞ്ഞ ആവേശമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അത് സ്വാഭാവികമായും പുരുഷൻ്റെ കഥകളാണ്, പുരുഷന്മാരുടെ ഒരു ഗ്രൂപ്പിൻ്റെ കഥയാണ്. അവിടേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് സ്ത്രീകളെ കുത്തിക്കയറ്റുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കുത്തിക്കയറ്റുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും എന്നാണ് മഞ്ജു വാര്യർ ഇവിടെ പറയുന്നത്. ആ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അൾട്ടിമേറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് നല്ല സിനിമകളും ഇവിടെ ഹിറ്റാവുന്നുണ്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന സിനിമകളിൽ വലിയൊരു വിഭാഗവും നല്ല സിനിമകളാണ് എന്ന് പറയുന്നൊരു ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ജെൻഡർ ഭേദമന്യേ എല്ലാവരുടെയും കഥകൾ, അതിപ്പോൾ പുരുഷന്മാരുടെ മാത്രമല്ല, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും എല്ലാവരുടെയും കഥകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നല്ല അസോസിയേഷൻസ് ആണ്. ഇപ്പോൾ ലോകയിൽ സംഭവിച്ചിട്ടുള്ളത് പോലെ തന്നെ സിനിമയ്ക്കകത്തും പുറത്തും സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ അവരുടെ കഥകൾ പറയുകയും അതിനെ പരസ്പര ബഹുമാനത്തോടുകൂടി മനസ്സിലാക്കി അതിനെ പിക്ചറൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഏറ്റവും നന്നായി അത് മാർക്കറ്റ് ചെയ്യപ്പെട്ട് വിജയ ചിത്രങ്ങളായി മാറുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം. 2027 നമ്മൾ ഇതേ വാദം മുന്നോട്ട് വെക്കുമ്പോൾ അതെന്താ ഇവിടെ ലോക പോലൊരു സിനിമയും ഹിറ്റായിട്ടില്ലേ എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രമാവരുത്. ഇപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക മാത്രമാവരുത് നിങ്ങളുടെ ഉദാഹരണം. നമ്മളൊരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ആ ഉദാഹരണങ്ങളുടെ എണ്ണം കൂടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിലും സ്ത്രീ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ, റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കി നിങ്ങൾ സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല പറയുന്നത്. എല്ലാത്തിനും ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവണം. അതിനെ പ്രേക്ഷകരും കൂടി സ്വീകരിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. പക്ഷേ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. തീർച്ചയായും സമയമെടുത്ത് തന്നെ നടക്കുന്ന ഒരുപാട് പോരാട്ടങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നോ കാണാതിരിക്കുന്നോ പുച്ഛിക്കുന്നോ എന്നുള്ളതല്ല, ഒരു വലിയ പോരാട്ടം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഈ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. മഞ്ജു വാര്യർ മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഇക്വേഷൻസിലൊക്കെ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സിനിമയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിടുക്കികൾ, എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിൽ കാണാം. തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ് സിനിമയിലും കാണാം എന്ന് മഞ്ജു വാര്യർ പറയുമ്പോൾ, മഞ്ജു വാര്യരെ സംബന്ധിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയത്ത് സിനിമയിൽ തുടരാൻ പറ്റുന്ന അവർ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് അവർ ഇൻസ്പിറേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മഞ്ജു വാര്യർ ഭാഗ്യമായി കാണുന്ന ഈ ഒരു മാറ്റം അങ്ങനെ അങ്ങ് വെറുതെ ഒരു ഫ്ലോയിൽ ഉണ്ടാകുന്നതല്ല. കുറേ ആളുകൾ, അത് സിനിമയ്ക്ക് മുന്നിലും പിന്നിലുമൊക്കെയുള്ള കുറേ ആളുകൾ അവരുടെ ശക്തമായ അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും തുറന്നു പറയുകയും ആ സംസാരങ്ങളുടെ ഭാഗമായി, ആ എതിർപ്പുകളുടെ ഭാഗമായി ഒരുപക്ഷെ സിനിമയിലെ അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും മാറ്റം ഉണ്ടായേ പറ്റൂ എന്നുറക്കെ ശബ്ദിക്കുകയും ആ ശബ്ദം സമൂഹത്തിൽ അടക്കം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ
മാറ്റങ്ങളാണ് മലയാള സിനിമയിലടക്കം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളാണ് മഞ്ജു വാര്യരെ ഇൻസ്പയർ ചെയ്യുന്നത്. അതായത് മഞ്ജു വാര്യരെ പോലും ഇൻസ്പയർ ചെയ്യിക്കുന്ന രീതിയിൽ വളരെ ശക്തമായി തങ്ങളുടെ പൊളിറ്റിക്സ് തുറന്നു പറയുന്ന വിയോജിപ്പുകളും ഉച്ചനീചത്വങ്ങളും മുന്നോട്ടെടുത്ത് വെക്കുന്ന അതിശക്തരായിട്ടുള്ള സ്ത്രീകളുണ്ട്. കസബയെക്കുറിച്ച് സംസാരിക്കുന്ന പാർവതിയും ഗീതു മോഹൻദാസും റിമ കല്ലിങ്കലും ഒക്കെ ഇരിക്കുന്ന ആ പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അതിന് ശേഷം മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം അത്രയും വലുതാണ്. ആ മാറ്റങ്ങളെ കുറിച്ചുകൂടി സംസാരിക്കാതെ അവരെ ഞാൻ പോരാളികൾ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കരിയറിൻ്റെ വലിയൊരു വളർച്ചയാണ്. അതിനെ മുഴുവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാള സിനിമയിലെ പല മാറ്റങ്ങളും. നിങ്ങളിൽ ചിലർക്കെങ്കിലും ആ പ്രസ് മീറ്റ് ട്രോൾ ചെയ്യാനുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. ഇന്നും വിയോജിപ്പുകളൊക്കെയുള്ള ഒരു കാര്യം തന്നെയായിരിക്കാം. പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആ മാറ്റത്തിനെ നമുക്ക് കാണാതിരിക്കാനാവില്ല. മലയാള സിനിമയിലെ മാറ്റത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ആരംഭിക്കുന്നത് നമ്മൾ ഇന്നും ട്രോൾ ചെയ്യുന്ന സെയ്റ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ്. മറ്റൊരു ചോദ്യത്തിന് ഇതിനെ തുടർന്ന് വരുന്ന ഒരു ഡിസ്കഷനിൽ മഞ്ജു വാര്യർ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായും വരും. അതിൽ നമ്മൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മഞ്ജു വാര്യർ പറയുന്നത് എല്ലാത്തിലും നമ്മൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം എന്തിനാണ് നോക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ജെൻഡർ തിരിച്ച് നോക്കേണ്ടി വരുന്നത് ഇവിടെ സ്ത്രീകളുടെ കഥകൾ പറയുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ പുരുഷൻ്റെ സൗഹൃദങ്ങളും ഇമോഷൻസും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ സ്ത്രീകളുടെ ഇമോഷൻസും സൗഹൃദങ്ങളും അവരുടെ ലോകവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളൊക്കെ ഇത്രയും നാൾ കാണിച്ച മോശമായിപ്പോയി എന്ന് പറയാനല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് ഇവിടെ ഉണ്ടെന്നും അതുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, അതുകൂടി എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹ പ്രകടനമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ സ്ത്രീകളുടെ കഥകൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന്. മഞ്ജു വാര്യർ നേരിട്ട ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കമലഹാസൻ്റെ നേരെയും വരുന്നത്. പക്ഷേ കമലഹാസൻ അത് വളരെ ഷാർപ്പായിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അയാൾ എവിടെയും ഒരു ബാലൻസിങ് ആക്ട് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾക്ക് അയാൾ ആദ്യം പറയുന്ന, അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വി ഹാവ് ബീൻ ബറിയിങ് വുമൺ, നൗ വി ആർ ഷൂട്ടിംഗ് വുമൺ. പക്ഷേ ഇപ്രാവശ്യം അത് ഒരു ക്യാമറ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അത് എവിടെ മുതലുള്ള റെഫറൻസ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ചിരിക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷേ സതിയുടെ പേരിൽ സ്ത്രീകളെ ഒരു ചിതയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ഇന്ന് സ്ത്രീകളെ ഷൂട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പക്ഷേ അത് ഭാഗ്യവശാൽ ഒരു ക്യാമറ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ ചേഞ്ചാണ്, വലിയൊരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാലങ്ങൾ കൊണ്ടാണ്. പക്ഷേ ആ ചേഞ്ച് പോരാ, ഇനിയും മാറ്റങ്ങളുണ്ടാവണം. തൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഇവൻ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറാമാന്മാരെ ചൂണ്ടിയിട്ട് എനിക്ക് ആ ക്യാമറയുടെ പിന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് എനിക്കൊരു ക്യാമറാമാനെ കാണണം എന്നാണ്, ഒരു വനിതാ ക്യാമറാമാനെ. പക്ഷേ ക്യാമറാമാൻ എന്ന് പറയുമ്പോൾ അതൊരു ക്യാമറ വുമൺ അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയർമാൻ എന്നുള്ള വാക്ക് മാറി ചെയർ പേഴ്സൺ ആയതുപോലെ ക്യാമറാമാൻ എന്നുള്ള വാക്ക് മാറി ക്യാമറ പേഴ്സൺ എന്നാവട്ടെ. ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി സംഭവിക്കട്ടെ. പക്ഷേ ആ മാറ്റവും എനിക്ക് കാണണം. അന്നുണ്ടായിരുന്നതിൽ നിന്ന് എത്രയോ മാറി എന്ന് പറയുന്ന ആ മാറ്റം ഇനിയും ഉണ്ടാവണമെന്ന് പറയുന്ന തൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി പറയാൻ കമലഹാസന് സാധിക്കുന്നുണ്ട്. കമലഹാസൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫാക്റ്റിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അതായത് പണ്ട് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതും പോരാ, ഇനിയും മുന്നോട്ട് പോകണം എന്നാണ്. ആ ഫാക്റ്റിനെ, ആ യാത്രയെ അംഗീകരിക്കുമ്പോൾ ഇനിയും പ്രതീക്ഷകളാണ് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. കാരണം നമ്മളൊരു വലിയ യാത്രയിലാണ്. എല്ലാവരാലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, ജെൻഡർ ഭേദമന്യേ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു വലിയ യാത്ര ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കി കാണുന്ന കമലഹാസനെയാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂവിലുടനീളം കാണുന്നത്. അദ്ദേഹം ആ കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീകൾ ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടുന്നൊരു ഘടകമാണ്. അതായത് സ്ത്രീ ഓഡിയൻസിനെ കുറിച്ചൊരു ചോദ്യം വരുമ്പോൾ ഫാമിലി ഓഡിയൻസ്, അതായത് സ്ത്രീകൾ തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവർ ഈ ഫാമിലി ഓഡിയൻസ് എന്ന ടാഗിൽ ഉൾപ്പെടുത്തുന്നത് സ്ത്രീകളെ തന്നെയാണ്. സ്ത്രീകളും കൂടി ചേരുമ്പോഴാണ്, സ്ത്രീ ഓഡിയൻസും കൂടി സിനിമയെ സ്വീകരിക്കുമ്പോഴാണ് അതൊരു വിജയചിത്രമായി മാറാനുള്ള സാധ്യത കൂടുന്നതെന്നൊക്കെ അദ്ദേഹം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജോണി ലൂക്കോസിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല വിവരക്കേടുള്ള മുൻവിധികളൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടായി തുടങ്ങുമ്പോഴേ കമലഹാസൻ അതിനെ എതിർക്കുന്നുണ്ട്. അതായത് പണ്ട് പറയും ഈ നടിമാർക്കൊന്നും വലിയ വിവരമൊന്നുമില്ല, അവർക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ ചോദ്യം ഉണ്ടാവുന്നത് പോലും പണ്ടത്തെ നടിമാരൊന്നും വലിയ വിവരമില്ലാത്തവരാണ്, ഇപ്പോൾ ഉള്ളവർ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു മുൻവിധി അതിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജോണി ലൂക്കോസിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകന് എങ്ങും പോകണ്ട,
മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഷീല എന്ന് പറയുന്ന ഒരു പേരില്ലേ, അങ്ങോട്ടേക്കെങ്കിലും ഒന്ന് നോക്കാമായിരുന്നില്ലേ? എന്തായാലും അദ്ദേഹം ഈ ഒരു ചോദ്യം ഇങ്ങനെ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ പണ്ടത്തെ അഭിനേത്രിമാരെ കുറിച്ച് പറയുന്നത് അവർ വിവരമില്ല, അഭിനയിക്കാൻ മാത്രം അറിയുന്നവരാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ കമലഹാസൻ എതിർക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഉദാഹരണം സാവിത്രിയുടേതാണ്. വളരെ മെയിൽ ഷോവനിസ്റ്റിക്കായ ഒരു സൊസൈറ്റിയിൽ, അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പുരുഷന്മാരായ സംവിധായകരേക്കാൾ നന്നായി സിനിമ സംവിധാനം ചെയ്യുന്ന സാവിത്രിയെ ഏറ്റവും അഭിമാനത്തോടുകൂടി ഓർക്കുന്ന കമലഹാസനെയാണ് നമ്മളവിടെ കാണുന്നത്. അവരൊരു റേസിംഗ് കോമ്പറ്റീഷനിൽ, ആ കാലഘട്ടത്തിൽ ഒരു റേസിംഗ് കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുണ്ടെന്നൊക്കെ, അതായത് ചുറ്റും നിൽക്കുന്ന സ്ത്രീകളെ, അവരുടെ നേട്ടങ്ങളെ അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകളൊന്നുമല്ല എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വ്യക്തമാക്കി കൊടുക്കുകയാണ്. അദ്ദേഹം ഇത് പറയുന്നതിന് ശേഷം മഞ്ജു വാര്യർ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോടൊക്കെ യോജിക്കുന്നുണ്ട്. തീർച്ചയായും ഞാനതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞ് കമലഹാസൻ പറയുന്ന, അല്ലെങ്കിൽ കമലഹാസൻ വെളിപ്പെടുത്തുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന മഞ്ജു വാര്യരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തൻ്റേതായ നിലപാട് പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള, പക്ഷേ നിലപാട് പറച്ചിൽ മാത്രമല്ല, മുന്നിലിരിക്കുന്ന ആളെ കുഴി കൊണ്ട് ചാടിക്കാനുള്ള ജോണി ലൂക്കോസിൻ്റെ ചില ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മഞ്ജു വാര്യർ പറയുന്നത്, വാലിന് തീ പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രശസ്തനായ ജോണി ലൂക്കോസ് സാറാണ് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന മഞ്ജു വാര്യരാണ് നമ്മളവിടെ കാണുന്നത്. സോ ഈ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന റീലിൽ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ നമ്മൾ നോക്കുമ്പോൾ അതൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ആ ഉത്തരത്തിലേക്ക് എത്താൻ അവരോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിലെ ഉദാഹരണങ്ങളടക്കം ഒട്ടും റിസർച്ച് ചെയ്യപ്പെടാതെ, ഒട്ടും നന്നായി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടാതെ, റാൻഡമായി വെറുതെ ഒരു ഡിസ്കഷന് വേണ്ടി ചോദിച്ചൊരു ചോദ്യം പോലെ ആയിപ്പോയി. ആ ചോദ്യത്തിന് മഞ്ജു വാര്യർ കൊടുത്ത ഉത്തരം അത്രയൊക്കെ മതി, ആ ചോദ്യം അത്രേ അർഹിക്കുന്നുള്ളൂ. പക്ഷേ അപ്പോൾ പോലും മഞ്ജു വാര്യരുടെ ഈ ഉത്തരം നമ്മൾ നോക്കുമ്പോൾ അവരവരുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട്, സേഫ് സോണിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞൊപ്പിച്ച ഉത്തരമാണ്. ആ ഉത്തരത്തിൽ അവർ പരാമർശിക്കാതെ പോയ, ആ ഉത്തരം അപൂർണമാവുന്നത് കൊണ്ട് കേൾക്കാതെയും പറയാതെയും പോകുന്ന ഒരുപാട് പോരാട്ടങ്ങൾ ഇപ്പുറത്തെ സൈഡിലുണ്ട്. നമുക്കതിനൊരിക്കലും കണ്ടില്ല നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുടെ ഈ ഉത്തരം വളരെ അപൂർണമാണ് എന്ന് തുറന്നു പറഞ്ഞേ പറ്റും. ഇപ്പോൾ മഞ്ജു വാര്യർ ഈ പറഞ്ഞ ഒരു കാര്യത്തിന്, ഈ ഒരു കുഞ്ഞി കഷ്ണത്തിനെ മാത്രം എടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് റീലടിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് വൻ ആഘോഷമാക്കുകയാണ്. പക്ഷേ മഞ്ജു വാര്യർ അപൂർണമായി പറഞ്ഞ ഈ കാര്യത്തിന് ഏറ്റവും പൂർണ്ണമായി, ഈ ചോദ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഉത്തരം ഏറ്റവും ശക്തമായി തുറന്നു പറഞ്ഞ കമലഹാസൻ അപ്പുറത്തെ സൈഡിലിരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. മഞ്ജു വാര്യരുടെ അപൂർണമായ ഈ ഉത്തരം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ കമലഹാസൻ പറഞ്ഞ ആ പൂർണ്ണതയുള്ള ഉത്തരവും കൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന്, അത് ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതിനോടൊപ്പം മഞ്ജു വാര്യർക്ക് തൻ്റെ മനസമാധാനമാണ് വലുത് എന്ന് കരുതി ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ആരെയും പേടിക്കാതെ, മനസമാധാനത്തിന് കോട്ടം തട്ടും എന്ന് പേടിക്കാതെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.